PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവരുന്നത് 2022-ലാണ്. സമ്പൂർണമായ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിത്തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതേ 2022-ലാണ് അന്തിഞ്ചൻ എന്ന് പറയുന്ന ഒരു മാസിക, അതായത് പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള ഗാന്ധി പഠനത്തെക്കുറിച്ചുള്ള ഒരു മാസിക കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കുന്ന, അതിൽ ഗാന്ധിയാണ്, ഗാന്ധി പഠനങ്ങളും നിരീക്ഷണങ്ങളുമാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ ദേശീയ തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസികയാണ് അന്തിഞ്ചൻ. ആ മാസിക ഈ 2022 PM ശ്രീ ഇറക്കുമ്പോൾ തന്നെയാണ് ആ മാസികയുടെ മുഖചിത്രമായി സവർക്കർ വന്നതും സവർക്കർ പഠനങ്ങൾ ഗാന്ധി പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാസികയിൽ സവർക്കറുടെ പഠനങ്ങളോടുകൂടി ഒരു മാസിക ഇറക്കുന്നത് നരേന്ദ്രമോദി ചെയർമാനായിരിക്കുന്ന ഒരു മാസികയിലാണ്. ഈ നീറ്റ് പരീക്ഷ, അതായത് 2.2 ദശലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷ അട്ടിമറിച്ചത് സംഘപരിവാറിന്റെ ഒരു സംഘടനയാണ്. അതായത് ആര്യ സമാജ് എന്ന് പറയുന്ന ഒരു RSSന്റെ സംഘപരിവാറിന്റെ ഉപസംഘടനയായ ആര്യ സമാജിന്റെ പ്രസിഡന്റാണ് ഈ എഡ്യൂടെക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി. എഡ്യൂടെക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി ഈ നീറ്റ് പരീക്ഷ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തത്. അതായത് മോഹൻ ഭാഗവത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കണം, കുട്ടികളുടെ വാക്കുകളെ കേൾക്കണം എന്നാണ്. കാരണം അയാൾ ഉൾപ്പെട്ട വേൾഡ് ആര്യ സമാജിന്റെ പ്രസിഡന്റാണ്, പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ബീഹാറിലും ഗുജറാത്ത് കേന്ദ്രീകരിക്കുന്ന കമ്പനിയാണെന്ന് ആലോചിക്കണം. ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഗുജറാത്തിലും ബീഹാറിലും വൻതോതിൽ പേപ്പർ ചോർത്തുകയും വലിയ ക്രമക്കേടുകൾ നടത്തുകയും ചെയ്തിട്ടും അയാളുടെ മകൻ ഈ സുരേഷ് ചന്ദ്ര ആര്യ എന്ന് പറയുന്ന, സുരേഷ് ചന്ദ്ര ആര്യയാണ് ആ സ്ഥാപനത്തിന്റെ ഉടമ. അയാളാണ് ഈ ആര്യ സമാജത്തിന്റെ പ്രസിഡന്റ്. ഈ ആര്യ സമാജത്തിന്റെ RSSന്റെ പ്രസിഡന്റ് തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അയാളുടെ മകനാണ് വിവേക് ആര്യ. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇത് ഈ കമ്പനി കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തതിനു ശേഷവും ഇയാൾ അമേരിക്കയിലേക്ക് മുങ്ങുകയും ഇയാൾ നിരന്തരം വീണ്ടും ഒരു കേസുമില്ലാതെ ഗുജറാത്ത് സന്ദർശിക്കുകയും അയാളുടെ കുടുംബം ഈ സുരേഷ് ചന്ദ്ര ആര്യ എന്ന് പറയുന്ന സംഘപരിവാർ ബന്ധമുള്ള ആര്യ സമാജത്തിന്റെ പ്രസിഡന്റ് ഈ സ്ഥാപനം കരിമ്പട്ടികയിൽപ്പെട്ട സ്ഥാപനത്തിന്റെ പേര് മാറ്റിയാണ് ഈ എഡ്യൂടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ, സൊല്യൂഷൻസ് എന്ന പേരിൽ നിന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം.